ഹായ്, എല്ലാവർക്കും എ ടു സെറ്റിന്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. കേന്ദ്ര സർക്കാരിന് കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ തേസ്ബു യൂണിവേഴ്സിറ്റി ഇപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള നോൺ ടീച്ചിങ് പോസ്റ്റുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ഇതിലേക്ക് 15/5/2024 വരെ ഓൺലൈനായിട്ട് ഇതിലേക്ക് നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ പറ്റും. ഈ ഒരു ജോബിനെ കുറിച്ച് നമ്മൾ നോക്കുന്നത് താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ ഈ അവസരം ഉപയോഗപ്പെടുത്താം. നമുക്ക് ഏതായാലും ഈ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷന്റെ ഡീറ്റെയിൽസ് എങ്ങനെ നോക്കാം. കേന്ദ്ര സർക്കാരിന് കീഴിൽ യൂണിവേഴ്സിറ്റികളിലൊക്കെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് സെൻട്രൽ യൂണിവേഴ്സിറ്റി കീഴിലുള്ള തേസ്ബൂർ യൂണിവേഴ്സിറ്റിയാണ് പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചത്. അപ്പോൾ കേരളത്തിന് പുറത്താണ് ഈ ഒരു അവസരം ഉള്ളത്. 28/3/2024 ഈ വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചത്. 15/5/2024 വരെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ ഇതിലേക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്ന ലിങ്കും മറ്റു കാര്യങ്ങളൊക്കെ താഴെ കൊടുക്കുന്നുണ്ട്. അതുവഴി നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. പോസ്റ്റുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ രജിസ്ട്രാർ എന്ന് പറഞ്ഞ പോസ്റ്റിലേക്ക് ഒരു വേക്കൻസി, അതുപോലെ തന്നെ ഇന്റേണൽ ഓഡിറ്റർ വിഭാഗത്തിലേക്ക് ഇന്റേണൽ ഓഡിറ്റ് ഓഫീസർ ഒരു വേക്കൻസി, ഡെപ്യൂട്ടി രജിസ്ട്രാർ ഒരു വേക്കൻസി, അസിസ്റ്റന്റ് രജിസ്ട്രാർ 4 വേക്കൻസി, അഡ്മിനിസ്ട്രേഷൻ വിഭാഗത്തിലേക്ക് അസിസ്റ്റന്റ് അഡ്മിനിസ്ട്രേഷൻ ഒരു വേക്കൻസി, ലബോറട്ടറി അസിസ്റ്റന്റ് ഒരു വേക്കൻസി, ജൂനിയർ അക്കൗണ്ടന്റ് 2 വേക്കൻസി, അതുപോലെ ലോ ഡിവിഷൻ ക്ലർക്ക് ഒരു വേക്കൻസി, ലോ ഡിവിഷൻ ക്ലർക്ക് അഡ്മിനിസ്ട്രേഷൻ 6 വേക്കൻസി, അപ്പർ ഡിവിഷൻ ക്ലർക്ക് ഒരു വേക്കൻസി, ലോ ഡിവിഷൻ ക്ലർക്ക് 6 വേക്കൻസി, പിന്നെ മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് 5 വേക്കൻസി. അങ്ങനെയാണ് വേക്കൻസികൾ വന്നിരിക്കുന്നത്. അതിൽ തന്നെ ഇതിലേക്ക് നിങ്ങൾക്ക് 32 വയസ്സ് വരെയുള്ളവർക്കാണ് നോർമലായിട്ട് അപേക്ഷിക്കാൻ പറ്റുക. ഡെപ്യൂട്ടേഷൻ വഴി നിയമിക്കുന്നവർക്ക് 57 വയസ്സുകളിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ താഴെ, ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ താഴെ കൊടുക്കുന്നുണ്ട്. അതുവഴി നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഇതിലേക്ക് ശമ്പളം ലഭിക്കുന്ന ഏകദേശം 20,200 മുതൽ നിങ്ങൾക്ക് ഇതിലേക്ക് 67,000 വരെ ശമ്പളം ലഭിക്കാവുന്ന തസ്തികളാണ് നിലവിലുള്ളത്. താല്പര്യമുള്ള ആൾക്ക് ഇതിലേക്ക് മിനിമം ക്വാളിഫിക്കേഷൻ MTS പോസ്റ്റുകളിലേക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് 10ാം ക്ലാസ് പാസ്സായിരുന്നാൽ മതി. ലോ ഡിവിഷൻ ക്ലർക്ക് ആണെങ്കിൽ ഡിഗ്രി ഉണ്ടായിരിക്കും, അപ്പോൾ പ്ലസ് ടൈപ്പിംഗ് സ്കില്ലും കൂടി അറിയാം. അതുപോലെ അപ്പർ ഡിവിഷൻ ക്ലർക്കിലേക്കും ഡിഗ്രിയോട് കൂടി തന്നെ നിങ്ങൾക്ക് 2 വർഷത്തെ എക്സ്പീരിയൻസ്. പിന്നെ ജൂനിയർ അക്കൗണ്ടന്റ് വിഭാഗത്തിലേക്ക് ഡിഗ്രിയാണ് വേണ്ടത്. ലബോറട്ടറി അസിസ്റ്റന്റ് ആണെങ്കിൽ ഡിഗ്രി ഇൻ ഫിസിക്സ് വേണം. അതുപോലെ അസിസ്റ്റന്റ് ആണെങ്കിൽ ബാച്ചലർ ഡിഗ്രി ഇൻ എനി ഡിസിപ്ലിനുള്ളവർക്കും അതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ താല്പര്യമുള്ള ആളുകൾ താഴെ ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ കൊടുക്കുന്നത്, അതുവഴി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. മാക്സിമം ഫ്രണ്ട്സിലേക്കൊന്ന് ഷെയർ ചെയ്യുക. ഡെയിലി ഇത്തരം അപ്ഡേഷൻസും ഡെയിലി ജോബ് അപ്ഡേറ്റ്സുകളൊക്കെ ഒന്നും ഉടനെ ലഭിക്കാൻ ചാനൽ ഫോളോ ചെയ്യാത്ത ആളുണ്ടെങ്കിൽ ഫോളോ ചെയ്യാം. നമുക്കെല്ലാം അടുത്തൊരു നോട്ടിഫിക്കേഷനുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.